എല്ലാവർക്കും ICFOSSന്റെ ലിനക്സ് സീരീസ് പാർട്ട് 2 വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിനക്സ് ഫണ്ടമെന്റൽസ്, ലിനക്സ് ഹിസ്റ്ററി എന്നിവയൊക്കെയാണ് പഠിച്ചത്. ഈ വീഡിയോയിൽ നമുക്ക് ലിനക്സിലെ ഫയൽസും ഡയറക്ടറിയും റിലേറ്റ് ചെയ്ത് ബേസിക് കമാൻഡ്സിനെ കുറിച്ച് പഠിക്കാം. ലിനക്സിൽ രണ്ട് രീതിയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കും. അതിലൊന്ന് കമാൻഡ് ലൈൻ ഇന്റർഫേസും മറ്റൊന്ന് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസുമാണ്. കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് അഥവാ CLI എന്നത് ഒരു ടെക്സ്റ്റ് ബേസ്ഡ് ഇൻ്റർഫേസ് ആണ്. നമുക്ക് കമാൻഡ്സ് ടെർമിനലിൽ ടൈപ്പ് ചെയ്ത് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ലിനക്സ് ടെർമിനലിൽ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്യുമ്പോൾ സിസ്റ്റം അത് എക്സിക്യൂട്ട് ചെയ്യും. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് അഥവാ GUI എന്ന് പറഞ്ഞാൽ വിഷ്വൽ എലമെൻസും ഐക്കൺസും ബട്ടൺസും ഉപയോഗിച്ച് ഇൻ്ററാക്ട് ചെയ്യുന്ന രീതിയാണ്. ഫോർ എക്സാമ്പിൾ, വിൻഡോസ് അല്ലെങ്കിൽ Ubuntu ഡെസ്ക്ടോപ്പിൽ നിങ്ങൾ ഫോൾഡേഴ്സ്, ഫയൽസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഈസിയായി ആക്സസ് ചെയ്യുന്നതിനെയാണ് GUI എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം Ubuntu ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ ടെർമിനൽ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളിപ്പോൾ കാണുന്ന ടെർമിനൽ ഈസിയായി ഓപ്പൺ ചെയ്യാൻ Ctrl+Alt+T എന്ന ഷോർട്ട് കീ പ്രസ് ചെയ്യാവുന്നതാണ്. ഇതിൽ നിങ്ങൾ ആദ്യം കാണുന്ന ICFOSS എൻ്റെ യൂസർ നെയിമാണ്. ശേഷം കാണുന്ന ICFOSS ലാറ്റിറ്റ്യൂഡ് എൻ്റെ ലാപ്ടോപ്പിൻ്റെ നെയിമാണ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന കമാൻഡ് PWD അഥവാ പ്രിൻറ്റ് വർക്കിംഗ് ഡയറക്ടറി ആണ്. PWD കമാൻഡ് നമ്മൾ നിലവിൽ ഏത് ഡയറക്ടറിയിലാണ് നിൽക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. PWD ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ICFOSS യൂസറായ ഞാൻ എൻ്റെ ഹോം എന്ന ഡയറക്ടറിയിലാണ് നിൽക്കുന്നതെന്ന്. ഇനി അടുത്ത കമാൻഡ് മേക്ക് ഡയറക്ടറി അഥവാ MKDIR കമാൻഡ് ആണ്. ഈ കമാൻഡ് ഉപയോഗിക്കുന്നത് ഒരു ഡയറക്ടറി അഥവാ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഞാൻ ടെക്സ്റ്റ് എന്ന ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ടെക്സ്റ്റ് എന്ന ഡയറക്ടറി ഹോമിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഡയറക്ടറി ഡിലീറ്റ് ആകണമെങ്കിൽ RMDIR കമാൻഡ് യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഒരുമിച്ച് ഒരുപാട് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ കമാൻഡ് കൊടുക്കുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ഡയറക്ടറിയും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അടുത്ത കമാൻഡ് CD അഥവാ ചേഞ്ച് ഡയറക്ടറി ആണ്. CD കമാൻഡ് ഉപയോഗിക്കുന്നത് നമ്മൾ നിലവിൽ നിൽക്കുന്ന ഡയറക്ടറിയിൽ നിന്നും മറ്റൊരു ഡയറക്ടറിയിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഞാനിവിടെ text3 എന്ന ഡയറക്ടറിയിലോട്ട് ചേഞ്ച് ചെയ്യുന്നു. ശേഷം PWD കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം text3ൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി തൊട്ട് മുൻപിലത്തെ ഡയറക്ടറിയിലോട്ട് പോകാൻ CD .. കമാൻഡ് യൂസ് ചെയ്യുക. ശേഷം PWD കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ text2 ഡയറക്ടറിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി എളുപ്പത്തിൽ ഹോം ഡയറക്ടറിയിലോട്ട് പോകണമെങ്കിൽ CD കീ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു empty ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടച്ച് കമാൻഡ് ഉപയോഗിക്കാം. ടച്ച് കമാൻഡ് ഉപയോഗിക്കുന്നത് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ്. ഞാനിവിടെ file1.txt എന്ന ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി എനിക്ക് ഒരുപാട് ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരുമിച്ച് ഫയൽ നെയിമുകൾ ടൈപ്പ് ചെയ്യുക. ഇനി അടുത്ത കമാൻഡ് MV കമാൻഡ് ആണ്. MV കമാൻഡ് ഒരു ഫയലിനെ മൂവ് ചെയ്യാനും റീനെയിം ചെയ്യാനും ഉപയോഗിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഞാനിവിടെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫയൽ 1നെ hello.txt ആക്കി റീനെയിം ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം file.txt hello.txt ആയി റീനെയിം ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് കമാൻഡ് LS കമാൻഡ് ആണ്. ഒരു ഡയറക്ടറിയിലുള്ള കണ്ടൻസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് LS കമാൻഡ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡയറക്ടറീസും ഫയൽസും കാണാൻ സാധിക്കും. ഒരു കമാൻഡിൻ്റെ മാനുവൽ അറിയാൻ വേണ്ടി മാൻ കമാൻഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ CP കമാൻഡിൻ്റെ മാനുവൽ അറിയാൻ മാൻ CP കൊടുത്തു. ഇതിൽ CP കമാൻഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ഓപ്ഷൻസ് തുടങ്ങിയെല്ലാം മാനുവലിൽ ലഭിക്കുന്നതാണ്. ഇനി അടുത്ത കമാൻഡ് കാറ്റ് കമാൻഡ് ആണ്. കാറ്റ് കമാൻഡ് ഒരു ഫയലിലെ കോണ്ടൻസ് കാണാൻ വേണ്ടിയും അതുപോലെ കോണ്ടൻസ് ആഡ് ആക്കാൻ കഴിയുന്ന മൾട്ടിപർപ്പസ് കമാൻഡ് ആണ്. സോ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫയലിൽ കോണ്ടൻസ് ടൈപ്പ് ചെയ്യാം. അതിനുവേണ്ടി cat greater than സിമ്പിൾ
file2.txt കൊടുത്ത് ടെക്സ്റ്റ് എൻ്റർ ചെയ്യുക. ഇനി എനിക്ക് file2.txtയിലെ കോണ്ടൻസ് കാണാൻ വേണ്ടി cat file2.txt കമാൻഡ് കൊടുക്കാം. അടുത്ത കമാൻഡാണ് cp. cp കമാൻഡ് ഒരു ഫയലിൽ നിന്നും കോണ്ടൻസ് മറ്റൊരു ഫയലിൽ കോപ്പി ചെയ്യുന്നു. ഞാനിവിടെ ഫയൽ 2ലെ കോണ്ടൻസ് ഫയൽ 3ൽ കോപ്പി ചെയ്യുന്നു. സോ cp കമാൻഡ് യൂസ് ചെയ്യാം. ഞാനിനി cat file3.txt കൊടുക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് കോണ്ടൻസ് കോപ്പി ആയിട്ടുള്ളതായി കാണാൻ സാധിക്കും. നെക്സ്റ്റ് കമാൻഡ് wc. ഇതൊരു ഫയലിൽ എത്ര വേർഡ്സ് ഓർ ലൈൻസ് ഉണ്ടെന്നറിയാൻ യൂസ് ചെയ്യുന്നു. സോ ഞാൻ ഫയൽ 3ൽ എത്ര വേർഡ്സ് ഉണ്ടെന്നറിയാൻ w എന്ന കമാൻഡ് കൊടുക്കുന്നു. w മീൻസ് വേർഡ്സ്. നിങ്ങൾക്കിതിൽ കാണാം 11 വേർഡ്സ് ഉണ്ട്. ഇനി എത്ര ലൈൻസ് ഉണ്ടെന്നറിയാൻ wcl ഫയൽ 3 കൊടുക്കാം. സോ ഇതിൽ 3 ലൈൻസ് ഉണ്ടെന്ന് കാണാൻ സാധിക്കും. നെക്സ്റ്റ് കമാൻഡ് എക്കോ കമാൻഡ് ആണ്. എക്കോ കമാൻഡ് ഉപയോഗിച്ച് ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. സോ ഞാൻ ഹലോ എവ്രിവൺ എന്ന എക്കോ കമാൻഡ് ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇത്രയുമാണ് ലിനക്സിലെ ഡയറക്ടറി, ഫയൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കമാൻഡ്സ്. അടുത്ത വീഡിയോയിൽ ലിനക്സ് കമാൻഡ്സിൻ്റെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസിനെ പറ്റി പഠിക്കാം. താങ്ക് യു.